ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് കൊഞ്ചും മാങ്ങയാണ്. ഇന്നത്തെ ഡിഷിൻ്റെ പേര് കൊഞ്ചും മാങ്ങയാണ്. കൊഞ്ചുമാങ്ങ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഓണാട്ടുകാരക്കാർക്ക് നമ്മൾ പരിചിതമായ ഒരു കൂട്ടാനാണ്, ഒരു കറിയാണ്. പക്ഷേ ഇന്ന് ഇത് അറിയാൻ വയ്യാത്ത എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി ഞാനിത് പ്രിപ്പയർ ചെയ്യുകയാണ്. നമുക്ക് കണ്ടു നോക്കാം. കൊഞ്ചുമാങ്ങയ്ക്ക് വേണ്ട ചേരുവകൾ: ആദ്യം ഇവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങ. കുറച്ച് കൊഞ്ചെടുത്തിട്ടുണ്ട്, അത് ചെറിയ ചെറിയ കൊഞ്ചാണ്. പിന്നെ തേങ്ങ. ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ, കൊഞ്ചുമാങ്ങയ്ക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാനായിട്ട് നമ്മൾ തേങ്ങ, ഒരു 4 ചുവന്നുള്ളി, കുറച്ച് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്. മറ്റേ മുളക് പൊടിയുടെ അളവ് എനിക്ക് അറിയത്തില്ല. 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. മാങ്ങ ഇട്ട് വെക്കുന്നതിന് നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല. ഇത്രയാണ് അരപ്പിന് വേണ്ട ചേരുവകൾ. നമ്മൾ തേങ്ങ അരച്ചത് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ അരയരുത്, ഒരു പരുവത്തിന് അരച്ചെടുക്കണം. അതിനുശേഷം ചട്ടിയിൽ മാങ്ങ ഇട്ട് അരപ്പും കൊഞ്ചും ഇടുക. നന്നായിട്ട് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ വെന്തിട്ട് കറിവേപ്പിലയിട്ട് ഉപ്പിട്ട് അടച്ച് വെക്കുക. ഇനി ഇത് വെന്ത്, മാങ്ങയും കൊഞ്ചും എല്ലാം വെന്ത് നല്ല ഒരു കുറുകിയ ഒരു ചാറോട് കൂടി വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്നേരം നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് ഉലുവാപ്പൊടി മുകളിൽ തൂവി ഒന്ന് ചുറ്റിയെടുത്ത്, ചിലർ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഒഴിക്കാറില്ല. ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കറക്കി മാറ്റി വെക്കുക. അപ്പോൾ കൊഞ്ചുമാങ്ങ റെഡി. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്യാം. ഇത് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. കൊഞ്ചുമാങ്ങ റെഡി ആയിരിക്കുന്നു. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആ പ്രസ് ബട്ടൺ ഒന്ന് അമർത്തിയാൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പം നിങ്ങൾക്ക് അതെടുത്ത് കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എല്ലാം പറ്റും. ബൈ ബൈ. അപ്പോൾ ഇനി അടുത്ത ഒരു റെസിപ്പിയുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് ആ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, ആ ബെൽ ബട്ടൺ നിങ്ങളൊന്ന് പ്രസ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ തന്നെ കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും. ബൈ ബൈ.